ഹായ് ഓൾ, വെൽക്കം ടു ഐ+. ഞാൻ അക്ഷര. നമ്മൾക്ക് നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ തവണയും LP എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനിയുള്ള എക്സാംസിനൊന്നും ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സംസ്കാരം തന്നിട്ട് അവരുടെ ലിപി ഏതാണെന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളൊന്നും ഇനിയിപ്പോൾ പ്രതീക്ഷിക്കേണ്ട. സ്റ്റേറ്റ്മെൻറ്റുകൾ തരും. അപ്പോൾ കറക്റ്റായിട്ട് ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഓരോ വസ്തുതയെക്കുറിച്ചും നമുക്ക് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോളൂ. ഹാരപ്പൻ സംസ്കാരത്തിലെ ലിപി ഏതാണ്? ചിത്രലിപിയാണ്, പിക്ടോഗ്രാഫ് ആണ്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം ചിത്രലിപി. അടുത്ത ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ലിപി ഏതെന്ന് ചോദിച്ചാൽ അതാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ലിപി. അടുത്തത് മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. അവിടുത്തെ ലിപി ഏതാണ്? ക്യൂണിഫോം ആണ്. ഫൈനലി നമുക്ക് ചൈനീസ് സംസ്കാരവും പഠിക്കാനുണ്ട്. അവിടെയും ചിത്രലിപി. ഇപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ചൈന നമ്മുടെ അടുത്തുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങൾ ഏകദേശം അടുത്തായിട്ട് വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് രണ്ടും മറക്കാതെ ഓർത്ത് വെക്കുക. എന്താണ്? ചിത്രലിപിയാണ് അല്ലെങ്കിൽ പിക്ടോഗ്രാഫ് ആണ്. അപ്പോൾ അവിടെ അക്ഷരങ്ങളല്ല, പിന്നെന്താണ് പകരം ചിത്രങ്ങളാണെന്ന് മനസ്സിലാക്കാം. മറക്കാതെ പഠിച്ചു വെക്കുക. ഈജിപ്ഷ്യൻ ആണെങ്കിൽ ഹൈറോഗ്ലിഫിക്സ്, മെസപ്പൊട്ടാമിയൻ ആണെങ്കിൽ ക്യൂണിഫോം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.